ഒന്നിലധികം വോട്ടർ ID കൈവശം വെച്ചെന്ന പരാതിയിൽ നടൻ പ്രകാശ് രാജിന് ജാമ്യം ലഭിക്കുന്നു. ബംഗളൂരു ACJM കോടതിയാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. KB ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീധരൻ, വിശദാംശങ്ങൾ. നടൻ പ്രകാശ് രാജിന് വാറന്റ് ആയിരുന്നു ഈ കേസിൽ. 2019 കേസിന് ആസ്പദമായിട്ട് അല്ലെങ്കിൽ ഈ പരാതി ആദ്യം നൽകുന്നത്. അൾസൂർ പോലീസ് സ്റ്റേഷനിലായിരുന്നു പരാതി നൽകുന്നത്. നടപടി ഉണ്ടായില്ല. തുടർന്ന് കമ്മീഷണർക്ക് പരാതി നൽകി. എന്നിട്ടും നടപടി ഉണ്ടാകാതെ വന്നതോടുകൂടിയാണ് ഇലക്ഷൻ കമ്മീഷനിലേക്ക് ഈ പരാതി പോകുന്നത്. ഏതായാലും തെലങ്കാന, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലായി 4 തിരിച്ചറിയൽ കാർഡുകൾ അല്ലെങ്കിൽ വോട്ടേഴ്സ് ID ഇദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് പരാതിക്ക് അടിസ്ഥാനം. ഈ കേസിൽ ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ ഉള്ള ഒരു നടപടികളിലേക്ക് കടക്കുമ്പോഴാണ് ഇന്ന് നേരിട്ട് ഹാജരായി പ്രകാശ് രാജ് ജാമ്യം എടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. പ്രകാശ് രാജിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് കോടതിയിൽ നിന്നുണ്ടായത്. അതായത് ഒരു അറസ്റ്റ് നടപടിയിലേക്കൊക്കെ പോകുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. അഭിഭാഷകനായിട്ടുള്ള ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയാണ് പ്രകാശ് രാജിനെതിരെ അന്ന് കേസ് കൊടുത്തത്. ഏതായാലും ഇതിന്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അദ്ദേഹം അറിയിക്കുന്നത്. അല്പസമയം മുൻപ് പ്രതികരണം വന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിശോധനകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, പ്രകാശ് രാജിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഒന്നിലധികം വോട്ടർ ID കാർഡുകൾ കയ്യിൽ വശം വെച്ചതിനായിരുന്നു പരാതിയിലാണിപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുന്നതിനിടയിലാണ് ആശ്വാസമായി ജാമ്യം ലഭിക്കുന്നത്. KB ശ്രീധരൻ വിവരങ്ങൾ നൽകിയത്.